എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും നല്ല ചൂട് സമയമാണ്. അപ്പോൾ തണുത്തതായിട്ട് എന്തെങ്കിലും കുടിക്കാൻ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെ തണുത്ത് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചൂട് സമയത്ത് മാത്രമല്ല, ഏതായാലും ഇനിയിപ്പോൾ നോമ്പും വരികയാണ്. അപ്പോൾ നോമ്പും സമയത്തും നോമ്പ് തുറയായിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം വാട്ടർമെലനാണ്. വാട്ടർമെലൻ ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുന്തിരിയാണ്. അതായത് ഇതുപോലത്തെ ചുവന്ന മുന്തിരി ഉണ്ടാവുമല്ലോ, ഇത് കുറച്ച് കുരുവുള്ള ഒരു ടൈപ്പ് മുന്തിരിയാണ്. അപ്പോൾ കുരുവുള്ളതോ കുരുവില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഒരു കപ്പ് ഫുള്ള് മുന്തിരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ വാട്ടർമെലനും മുന്തിരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു വലിയൊരു മിക്സി ജാറിൽ, ജ്യൂസ് ജാറിൽ നമ്മൾ വാട്ടർമെലൻ ഇടുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടിയും ചേർക്കുകയാണ്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവ് അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു 3-4 പുതിനയുടെ ഇലയും കൂടിയും ചേർക്കുകയാണ്. ഇനി ഒരു നാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ വാട്ടർമെലൻ ഏതായാലും നല്ല വെള്ളം ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കണം. ഇനി ഇത് അടിച്ചതിന് ശേഷം നമുക്കൊന്ന് അരിക്കുകയും വേണം. കാരണം മുന്തിരിയുടെ ആ തോലൊക്കെ ഒന്ന് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അരിക്കാതെയും കുടിക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ടാണ് ഞാനൊരു ഗ്ലാസ്സിൽ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർമെലനും മുന്തിരിയും കൂടിയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു നാരങ്ങയുടെ നീരും പിന്നെ അതേപോലെ തന്നെ പുതിനയുടെ ഇലയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ വാട്ടർമെലനും ഗ്രേപ്സ് ജ്യൂസ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഞാൻ ചേർക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചും കുടിക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൻ ആൻഡ് ഗ്രേപ്പ് പവർ പഞ്ച് എന്നാണ് ഞാനിതിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വാട്ടർമെലൻ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.